ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സി ബി എസ് ഇ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. സോ ഇതിൽ പൊളിറ്റിക്സിൽ വരുന്നൊരു പോർഷനാണ് യൂണിറ്റ് 5 ചാപ്റ്റർ 9 പബ്ലിക് ഫെസിലിറ്റീസ്. ഓക്കെ, ഈ ഒരു പബ്ലിക് ഫെസിലിറ്റീസിൻ്റെ ഫസ്റ്റ് പേഴ്സ് വരുന്നത് ഇതാണ്. സൂം ചെയ്ത് കാണിക്കാം, കണ്ടോ? പബ്ലിക് ഫെസിലിറ്റീസ് ചാപ്റ്റർ 9. ഓക്കെ, ഫസ്റ്റ് എന്താണ്? വാട്ടർ ആൻഡ് ദ പീപ്പിൾ ഓഫ് ചെന്നൈ. ഓക്കെ, നോക്കാം. സീനിയർ ഗവൺമെൻറ് ഒഫീഷ്യലി ലൈക്ക് മിസ്റ്റർ രാം ഗോപാൽ ലീവ് ഇൻ അന്നാനഗർ, ചെന്നൈയിലായിരുന്നു നമ്മുടെ രാം ഗോപാൽ സീനിയർ ഗവൺമെൻറ് ഒഫീഷ്യലിൽ താമസിച്ചിരുന്നത്. ഓക്കെ, ചെന്നൈ. ദിസ് ഏരിയ ലുക്സ് ലഷ് ആൻഡ് ഗ്രീൻ വിത്ത് ലാൻഡ് മെയിൻറ്റൈൻഡ് ബൈ ദ ജനറസ് സ്പ്രിങ്സ് ഓഫ് വാട്ടർ. Back balconies will have a tap water from major part of the day. One day, when the water supply is interrupted, Mr. Ram Gopal speak to the senior official who is known to the municipal water board and to the water tanker easily arranged to his house. എന്താണ് ചെന്നൈയിൽ അയാൾ നമ്മുടെ രാം ഗോപാൽ താമസിച്ചിരുന്ന സ്ഥലത്ത് ഹിസ് സീനിയർ ഒഫീഷ്യൽ ഗവൺമെൻറ് ഓഫീസർ. ഓക്കെ, സോ നല്ലൊരു ഏരിയ ആയിരുന്നു, നല്ല രീതിയിൽ വാട്ടർ സപ്ലൈസ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് സഡൻലി ഒരു ദിവസം എന്തായിട്ടില്ല, അവിടെ വാട്ടർ ഫെസിലിറ്റീസിന് ഒരു ഷോർട്ടേജ് വന്നു. സോ സഡൻലി തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, മുനിസിപ്പലിനെ കോൾ ചെയ്ത് പറയുകയും വാട്ടർ ഫെസിലിറ്റി ടാങ്കർ അവർ അറേഞ്ച് ചെയ്യുകയും ചെയ്തിരുന്നു. ലൈക്ക് മോസ്റ്റ് ഏരിയാസ് ഓഫ് ദ സിറ്റി, ഷംരാനി ആൻഡ് അപ്പാർട്ട്മെൻറ്റ് ലൈക്ക് മാൽപൂരി സഫേഴ്സ് ഫ്രം ദ വാട്ടർ ഷോർട്ടേജ്. അതുപോലെ തന്നെ അവിടെ പല ഏരിയയിലും ഇതുപോലെ വാട്ടർ ഷോർട്ടേജ് അവർ ഫേസ് ചെയ്യാൻ വേണ്ടി ഗ്രാജുവലി തുടങ്ങി. ദിസ് ഏരിയ ഗെറ്റ് മുനിസിപ്പൽ വാട്ടർ വൺസ് ഇൻ 2 days. വീക്ക്ലി ഒരു ആഴ്ചയിൽ 2 ദിവസം മാത്രമായിരിക്കും അവിടെ വാട്ടർ സപ്ലൈ നടക്കുന്നത് തന്നെ. ഓക്കെ, എ പ്രൈവറ്റ് ബോർവെൽ മീറ്റ് സം ഓഫ് ദ റെസിഡൻസ് വാട്ടർ നീഡ്. ചില ഏരിയകളിലൊക്കെ എന്തായിരുന്നു, ചില പ്രൈവറ്റ് ഏരിയസിലൊക്കെ ബോർവെൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി. Water needs. Borewell water is, however, backlash to the resident users in their own toilet and for washing. So നമുക്കറിയാം ബോർവെൽ വാട്ടേഴ്സ് എങ്ങനെ നോക്കിയാലും ടോയ്ലറ്റ് യൂസിനും പാത്രങ്ങൾ കഴുകാനും അങ്ങനത്തെ ഉള്ളൊരു നമുക്ക് ഡ്രിങ്കിങ് ഫെസിലിറ്റീസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ ബാക്കി കാര്യങ്ങളൊക്കെ മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ബോർവെൽ വാട്ടർ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഡ്രിങ്കിങ് പർപ്പസിൽ ഫുള്ളി അത് നടക്കുന്നതായിരിക്കുന്നില്ല. ഫോർ അതർ യൂസേഴ്സ് വാട്ടർ ഈസ് പർച്ചേസ്ഡ് ഫോർ ടാങ്കേഴ്സ്. വേറെ ആവശ്യങ്ങൾക്ക് എന്താണ്, ഒരു ടാങ്കർ കണക്കായിരുന്നു കുടിവെള്ളം വരെ വാങ്ങേണ്ട ഒരു ഗതി ആ ഒരു ടൈമിൽ ചെന്നൈക്ക് ഫേസ് ചെയ്തിരുന്നു. സുബ്രഹ്മണ്യം സ്പെൻഡ് അപ്പോൺ ടു 500 to 600 per month ഓൺ ബൈയിങ് വാട്ടർ ഫ്രം ദ ടാങ്കേഴ്സ്. സോ ഒരു വ്യക്തിയെ പറ്റി നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു മാസത്തിൽ 500-600 രൂപ വരെ കൊടുത്ത് ഒരു വാട്ടർ ബോട്ടിൽ അല്ലെങ്കിൽ ടാങ്കർ വാങ്ങുക എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ഇമ്പോസിബിൾ അല്ലേ? പോസിബിളാണ്. നമ്മുടെയൊക്കെ ഒരുപാട് വെള്ളമൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട ഫ്രീ ഇറ്റ്സ് എ നാച്ചുറൽ റിസോഴ്സാണ്. സോ അതുവരെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു ഘട്ടത്തിലോട്ട് എത്തി. ഫോർ ഡ്രിങ്കിങ് വാട്ടർ റെസിഡൻസ് ഹാവ് ഇൻസ്റ്റൻറ്റ് വാട്ടർ പ്യൂരിഫൈ സിസ്റ്റം ഇൻ ദെയർ ഹോംസ്. ചിലരെന്താ ഈ ബോർവെൽ വെള്ളം ആയാലും ബാക്കിയുള്ള വെള്ളം കളക്ട് ചെയ്തിട്ട് അതിന് പ്യൂരിഫൈ ചെയ്ത് കുടിക്കാനായിട്ടായിരുന്നു തുടങ്ങിയത്. ഓക്കെ, Shiva lives on the rent on the first floor of the house of Manipada and get water once in 4 days. സോ എന്താണ്, അവിടെ ശിവ എന്ന് പറഞ്ഞ ഒരാൾ താമസിച്ചിരുന്ന ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. സോ അത് അയാൾക്ക് വെള്ളം എങ്ങനെയാണ്, 4 ദിവസം കൂടുമ്പോൾ മാത്രമായിരുന്നു, വൺസ് ഇൻ 4 days മാത്രമായിരുന്നു അദ്ദേഹത്തിന് കുടിവെള്ളം കിട്ടിക്കൊണ്ടിരുന്നത്. ഷോർട്ടേജ് ഓഫ് വാട്ടർ ഈസ് മേജർ റീസൺ ഫോർ ശിവ കാൺ ബ്രിങ് ഹിസ് ഫാമിലി. സോ അദ്ദേഹത്തിൻ്റെ ഫാമിലിയായിട്ട് ഇവിടെ വന്ന് താമസിക്കാനായിട്ട്, ചെന്നൈയിൽ വന്ന് താമസിക്കാനായിട്ട് പറ്റിയിരുന്നില്ല. ബിക്കോസ് ഓഫ് വൈ? ബിക്കോസ് ഡ്യൂ ടു ദ വാട്ടർ ഷോർട്ടേജ്. ഫോർ ഡ്രിങ്കിങ് ബൈ ശിവ ബൈ ബോട്ടിൽ വാട്ടർ. ശിവ എന്തായിരുന്നു, ബോട്ടിൽ വാട്ടർ ആയിരുന്നു പൈസ കൊടുത്ത് വാങ്ങിച്ച് കുടിച്ചുകൊണ്ടിരുന്നത്. Padma works on the domestic help to the septic and lives in nearly slum. She pay a rent for the 615 for the unit of the near the bathroom for napto connections. എന്താണ്, അതിന് തൊട്ടടുത്ത് താമസിച്ചിരുന്ന ഒരു വ്യക്തി തന്നെ എന്താ പറയുക, നമ്മൾ പട്മ എന്നൊക്കെ പറയുന്ന ഒരാൾ എന്താണ് 650 രൂപ കൊടുത്തിട്ടൊക്കെ എന്താ പറയുക ബാത്റൂം ക്ലീനിങ്സും ടാപ്പ് കണക്ഷൻസും ഒക്കെ തന്നെ പൈസ കൊടുത്ത് വാട്ടർ സപ്ലൈക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഫോർ 13 such ഹ്യൂമിനിറ്റി ദർ ഇസ് എ കോമൺ ടാപ്പ് ഫോർ ദ 1 corner. ഒരു ഏരിയയിൽ 30 സ്ഥലങ്ങളിൽ നോക്കിയാൽ തന്നെ ഒരു 30 വീടുകളോ അല്ലെങ്കിൽ 30 ഏരിയക്ക് ആ ഒരു ചുറ്റുവട്ടത്തായിരിക്കും ഒരു കോമൺ ടാപ്പ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത്രയും എന്താ പറയുക ഭയങ്കര ഷോർട്ടേജ് ആയിരുന്നു ആ ഒരു വെള്ളത്തിന്. ഇൻ വിച്ച് വാട്ടർ കംസ് ഫ്രം ബോർവെൽ ഫോർ 30 minutes twice week. എന്താണ് 20 മിനിറ്റ് കൊണ്ടായിരിക്കും ടോയ്സ് ഡെയിലി 20 മിനിറ്റ് കൂടുമ്പോഴായിരിക്കും ആ ബോർവെല്ലിൽ നിന്ന് കുറച്ച് വെള്ളം അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ എത്രയോ ഹ്യൂജ് ഫാമിലീസ് ആയിരിക്കും ആ ഒരു ക്യൂ ആയിട്ട് നിൽക്കുന്നത്. അത് കിട്ടുന്നത് 20 നിമിഷത്തിൽ അവർക്കൊരു കുറച്ച് വെള്ളം. എ ഫാമിലി ഗെറ്റ് ടു ഫിൽ മാക്സിമം ഫോർ 3 buckets വിത്തിൻ ഹിസ് ടൈം.
ഒരു നേരം തന്നെ അവരെന്ത് ചെയ്യും, ഒരു ബക്കറ്റിൽ 3 ബക്കറ്റ് വെള്ളമൊക്കെ അവർ നിറയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരുന്നു. ദ സെയിം വാട്ടർ ഈസ് യൂസ്ഡ് ഫോർ വാഷിങ് ആൻഡ് ഡ്രിങ്കിങ്. ഇതേ സെയിം ഈ 3 ബക്കറ്റ് വെള്ളം തന്നെ ആയിരിക്കും അവർ എന്താണ് കുടിക്കാനും നനയ്ക്കാനും ബാത്റൂം കഴുകും, ബാത്റൂമിൽ പോകാനായിട്ടായാലും പാത്രങ്ങൾ വാഷിംഗ് ആയിട്ടുള്ള ഓൾ അതർ പോസിബിലിറ്റീസിനൊക്കെ അവർ യൂസ് ചെയ്തിരുന്നു. ഇൻ സമ്മർ ദ ഫ്ലോ ബിക്കെയിം ടൈറ്റ്ലി സോ ദ വൺസ് ഫാമിലി ഗെറ്റ് വാട്ടർ ഓൺലി കോസ്റ്റ് ഓഫ് അനദർ. സമ്മർ സീസൺ ആകുമ്പോൾ എന്തായാലും സമ്മറാണല്ലോ, സോ വരേണ്ട ഒരു കാലഘട്ടമായിരിക്കും. ആ ടൈമിൽ വെള്ളത്തിന് ഭയങ്കര ഷോർട്ടേജ് അവർ ഫേസ് ചെയ്തുകൊണ്ടിരുന്നു. പീപ്പിൾ ഹാവ് ടു വെയിറ്റ് ലോങ് അവേഴ്സ് ഫോർ വാട്ടർ ടാങ്കർ. മണിക്കൂർ കണക്ക് അവർ വെള്ളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ടൈമായിരുന്നു. സോ ഇത് നോക്കുകയാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇത് നമുക്ക് ഈ പിക്ചറിൽ കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു വെള്ളത്തിന് വേണ്ടി ഒരുപാട് സ്ത്രീകൾ ചുറ്റും കുടമായിട്ടൊക്കെ നിൽക്കുന്നതൊക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ടർ ഇസ് എ പാർട്ട് ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ലൈഫ്. അതിനെപ്പറ്റിയാണ് നോക്കാൻ പോകുന്നത്. വാട്ടർ ഇസ് എസെൻഷ്യൽ ഫോർ ലീവ് ഫോർ എ ഗുഡ് ഹെൽത്ത്. നോട്ട് ഓൺലി ഇറ്റ് ഈസ് നെസസറി ഫോർ ഓൾ ഏബിൾ ടു മീറ്റ് ദ ഡെയിലി നീഡ്സ് ഓഫ് ബൈ സേഫ്റ്റി ഡ്രിങ്കിങ് വാട്ടർ ക്യാൻ പ്രിവെൻറ്റ് മെനി വാട്ടർ റിലേറ്റഡ് ടു ഡിസീസസ്. India has one of the largest number of cases diseases such as diphtheria, dysentery, cholera. Over 1,600 Indians, most of them children below the age of the 5 reportedly die every day because of water related diseases. This deaths can be prevented if people have to access to safe drinking water. നമുക്കറിയാം വാട്ടർ എന്ന് പറഞ്ഞാൽ എസെൻഷ്യലാണ്. ഇറ്റ്സ് എ ഗുഡ് ഫോർ അവർ ഹെൽത്ത് മാത്രമല്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ശുദ്ധമായ വെള്ളം തന്നെ ലഭിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യം നമുക്ക് നിലനിർത്താൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലേ. സോ ഒരു എന്താ പറയുക, ഇംപ്യൂരിറ്റി ഓഫ് വാട്ടേഴ്സ് നമ്മൾ കുടിക്കുകയാണെങ്കിൽ എന്താണെങ്കിൽ സംഭവിക്കുക, നമുക്ക് നമ്മുടെ ഹെൽത്തിന് പ്രിവെൻറ്റ് ഉണ്ടോ? ഇല്ല. സോ ഇങ്ങനത്തെ ഒരു കേസസ് നമുക്ക് വെള്ളത്തിൽ കൂടെ വളരുന്ന ഡിസീസസ് ഒരുപാടുണ്ട്. എന്താണ് ഡയറിയ, കോളറ എന്നൊക്കെ പറയുന്ന ഡിസീസസ്, ഡയോഗ്രാഫിയ എന്ന് പറയുന്ന ഒരുപാട്, ഡെസ്റ്റീരിയ, ഇങ്ങനത്തെ ഒരുപാട് ഡിസീസസ് നമുക്ക് വെള്ളത്തിൽ കൂടെ പടർന്ന് പിടിക്കുന്നതാണ്. സോ ഈ ഒരു ഡിസീസസ് കൊണ്ട് അണ്ടർ 5 ഇയേഴ്സിലുള്ള കുട്ടികൾ വരെ ദിവസേന മരിക്കുന്ന ഒരു സ്ഥിതിയിലോട്ടെത്തി എന്നല്ല, അങ്ങനെ പല രീതിയിലുള്ള റിപ്പോർട്ട് കേസസും ഗവൺമെൻറ്റിന് ഫയൽ ചെയ്തിട്ടുണ്ട്. സോ വി നീഡ് ടു access to safe drinking water. The Constitution of India recognizes the right of the water as being a part of the right of life under Article 21. Article 21 അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്താണ്? The Constitution of India recognized right to water as being a part of the right to life under Article 21. Article 21 മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്താ? ശുദ്ധമായ വെള്ളം, ശുദ്ധമായ ജീവിതം. This means that is a right to every person, whether rich or poor, have to sufficient amount of water to fulfill his or her daily needs at the price that she has the afford. In other words, there should be universal access to water. എന്താണ്? ഒരു പാവപ്പെട്ട വ്യക്തിയോ പണക്കാരനോ ആയിക്കോട്ടെ, അവർക്ക് എന്താണ് ശുദ്ധമായ വെള്ളം ലഭിക്കുക തന്നെ ചെയ്യണം. അത് അവരുടെ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട്. Next, there have been several court cases in which both the High Court of the Supreme Court have held that the right to case drinking water is the fundamental right. ഓക്കെ, എന്താണ് ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ കോടതിയിലായാലും സുപ്രീം കോർട്ടിലായിട്ട് എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റിന് വെള്ളമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. In 2007, the Andhra Pradesh High Court related to while hearing the case board on a letter written by the villager of the Madhunagar district on the competitions of drinking water. The villagers complained that the textile company was discharging poison chemical into the stream of the village containing groundwater, which has been source of the irritation of the drinking water. The judge directly Mangur district elected to supply 25 liter waters of the each person in a village. So ഒരു എന്താ പറയുക, 2007 നടന്നൊരു സംഭവമാണ്, ഒരു കേസാണിത്. എന്താണ്, എവിടെയാണ്, നമ്മുടെ മധുനഗർ ഒരു ഡിസ്ട്രിക്റ്റിൽ നടന്നതായിരുന്നു. കെമിക്കൽ ഫെസിലിറ്റീസ് ഉണ്ടാക്കുന്ന ഒരു ഭാഗമായിട്ട് നമ്മുടെ വെള്ളത്തിൽ, നമ്മുടെ റിവറിലെല്ലാം തന്നെ എന്താണ് ഇംപ്യൂല്യൂട്ട് ആകുന്നുണ്ട്. സോ ആ വെള്ളം അവർ കുടിക്കുമ്പോഴത്തേക്ക് എന്താണ്, അവർക്കത് ഇംപ്യൂല്യൂട്ടാണ്, അപ്പോൾ അത് അൺഹെൽത്തി ആയിട്ട് മാറുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുകയും അതിനെതിരെ നമ്മൾ എന്താണ് ജഡ്ജി എന്ത് നടപടിയെടുത്തു, കളക്ടറിനെ ഡയറക്റ്റ്ലി വിളിച്ച് 25 ലിറ്റർ വാട്ടർ ടു ഈച്ച് പേഴ്സൺ ഇൻ എ വില്ലേജ്, എല്ലാ വ്യക്തിക്കും 25 ലിറ്റർ വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടി കൊടുത്തു. പബ്ലിക് ഫെസിലിറ്റീസ് നോക്കുകയാണെങ്കിൽ ലൈക്ക് വാട്ടർ ദെയർ ആർ അതർ എസെൻഷ്യൽ ഫെസിലിറ്റീസ് ദാറ്റ് നീഡ് ടു പ്രൊവൈഡ് ഓഫ് എവറി വൺ. ലാസ്റ്റ് ഇയർ ഓഫ് ദ ലീഡ് അബൌട്ട് ദ അതേഴ്സ് സച്ച് ഫെസിലിറ്റീസ് ഹെൽത്ത് കെയർ ആൻഡ് സാനിറ്റേഷൻ സിമിലർ. There are like electricity, public transport, school, college and also necessary there is also part of public facilities. Public facilities നോക്കുകയാണെങ്കിൽ എന്താണ്, എവിടെയൊക്കെ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്, ഇലക്ട്രിസിറ്റിയിൽ വേണം ഇല്ലേ, പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വേണം, സ്കൂളിൽ വേണം, കോളേജിൽ വേണം, ഓഫീസിൽ വേണം, വേണ്ടേ, ടെക്സ്റ്റൈൽ ഷോപ്പിൽ വേണം, റോഡിൽ വേണം, എവിടെയായാലും വി നീഡ് ടു വാട്ടർ. സോ ദാറ്റ് വാസ് ദ പബ്ലിക് ഫെസിലിറ്റീസ്. പബ്ലിക് ഫെസിലിറ്റീസിലും വാട്ടേഴ്സ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ലൈഫ്. The important characteristics of public facilities is that once it is provided, it is a benefit to share the many people.
ഒരു പബ്ലിക് ഫെസിലിറ്റീസിൽ നമ്മളിപ്പോൾ ഒരു ടാപ്പ് വെച്ചാൽ തന്നെ അത് ഒരു വ്യക്തിക്ക് മാത്രമാണോ യൂസ് ആകുന്നില്ല, ദേ യൂസ്ഡ് ടു മെനി അതേഴ്സ് പീപ്പിൾ. ഫോർ ഇൻസ്റ്റൻസ്, എ സ്കൂൾ in a village will able to children to get educated. Similarly, they supply electricity to an area can be useful for many people. Farmers can run pump set to irrigate their field. People can open small workshops to run on electricity. Student will find it easier to study. The most of the village will be benefit in some way to the others. നമുക്ക് ഇലക്ട്രിസിറ്റി വേണമെങ്കിൽ എന്ത് വേണം, തീർച്ചയായിട്ടും വെള്ളം വേണം അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്, എല്ലാത്തിനും ഏതിനും ആയിക്കോട്ടെ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യവും ഇലക്ട്രിസിറ്റിയുടെ ആവശ്യവും ഉണ്ട് അല്ലേ. സോ ഓക്കെ, ഇതാണ് പാർട്ട് 1 ഞാൻ പറയുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ പാർട്ട് 2 പറയുന്നതായിരിക്കും. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. നെക്സ്റ്റ് പാർട്ട് 2 ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും.